ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതർ 450X കൊണ്ടുള്ള ലോങ് റൈഡിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ദയവായി ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവർ ദയവായി ഫസ്റ്റ് പാർട്ട് കാണുക, എന്നിട്ട് സെക്കൻഡ് പാർട്ട് കാണുക എന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് പറൂർ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും റൈഡൊക്കെ നല്ല അടിപൊളി കംഫോർട്ടാണ്, അടിപൊളിയാണ്, സ്മൂത്താണ്, എല്ലാം കൊണ്ടും നല്ല ബെറ്ററാണ്. നമ്മളെന്തായാലും യൂസ് ചെയ്ത് എക്കോമോഡാണ് കൂടുതൽ യൂസ് ചെയ്തത്, കാരണം ലോങ് റൈഡാണല്ലോ. അതുകൊണ്ട് പിന്നെ ഈ ഭാഗത്ത് ഇപ്പോൾ കുറച്ച് പൈപ്പ് പൊട്ടി ഇവിടെ വെള്ളം വന്ന് കിടപ്പുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്ത് ഈ വെള്ളത്തിൽ കൂടെയൊക്കെ പോയി നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ പുത്തൻവേലിക്കരയിലെ ഒരു അടിപൊളി കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല പൊളിയല്ലേ? എന്തായാലും ഇതിനോടുള്ള ട്രാവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ്. പിന്നെ ഇലക്ട്രിക് വണ്ടിയുടെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കീശ കാലിയാകാതെ സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഞ്ചിൻ്റെ ഇഷ്യൂവും പിന്നെ ചാർജിങ് പോയിന്റ് കണ്ടില്ലെങ്കിൽ നമ്മൾ റോട്ടിൽ കിടക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് മുൻകൂട്ടി കണ്ടോണം നമ്മൾ ഇലക്ട്രിക് വണ്ടിയും കൊണ്ട് ഇറങ്ങാനായിട്ട്. എന്തായാലും ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കിടിലൻ വ്യൂ സൂപ്പർ അല്ലേ? എനിക്കൊന്നും ഈ സ്ഥലം പുത്തൻവേലിക്കരയാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയത്തില്ല. ഏകദേശം പുത്തൻവേലിക്കര ആ ഏരിയയൊക്കെ തന്നെയാണ്. നമ്മളെന്തായാലും ഏതറിൻ്റെ പ്രോട്ടോകോൾ ചാർജ് കയ്യിലെടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ചാർജിങ് സ്റ്റേഷനുള്ള മിക്ക ഭാഗത്തും ഞാൻ കണ്ടേക്കുന്നത് ഏതറിൻ്റെ പറ്റിയ പോർട്ടല്ല. വിക്കതിൻ്റെ ചാർജിങ് പ്ലഗ് പോയിൻറ്റ് വലുതാണ്. അതുകൊണ്ട് വിക്ക KCBയുടെ ചാർജിങ് പോയിൻറ്റിനകത്തും നമ്മുടെ ഏതർ വണ്ടി ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങളൊന്ന് ഓർക്കണം. വളരെ അപൂർവം മാത്രം കണ്ടിട്ടുള്ളൂ. പിന്നെ ചില ഭാഗത്ത് ചില പോസ്റ്റിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഏതർ ചാർജ് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുള്ളത്. അതും നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. നമ്മളിപ്പോൾ ഉള്ളത് മാളയാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ എറണാകുളം ജില്ലയിൽ നിന്നും നമ്മൾ തൃശ്ശൂർ ജില്ലയിലോട്ട് പ്രവേശിച്ചു. എന്തായാലും ഇതിലൂടെ പോകുമ്പോൾ നല്ല അടിപൊളി ഫീലാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, നല്ല അടിപൊളി കാഴ്ചകളെല്ലാം കണ്ട് നമ്മളങ്ങനെ ചെറിയ റൂട്ടിൽ നിന്ന് നേരെ ഹൈവേയിലോട്ട് പ്രവേശിക്കുകയാണ്. കുറച്ച് ഭാഗമൊക്കെ ഞാൻ ക്യാമറ ഷൂട്ട് ചെയ്തില്ല, കാരണം വീഡിയോ അത്ര ലെങ്തി ആണെന്ന് ഓർത്തിട്ടാണ്. എന്തായാലും നമുക്കപ്പോൾ ഹൈവേയിലെ കുറച്ച് കിടിലൻ കാഴ്ചകളെല്ലാം കണ്ടു പോകാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടോളർ റോഡാണ്. ആ ടോള് വേറെ ഒന്നല്ല, പാടയങ്ങര ടോൾ പാസിലെ റോഡ് തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റോ യാതൊന്നും കാണുന്നില്ല. ആക്ച്വലി ഇവിടെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വേണ്ടതാണ്. എന്തായാലും നൈറ്റ് പോകുമ്പോഴത്തേക്കും റിസ്ക് ആകാൻ ചാൻസ് ഉണ്ട് ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളെല്ലാം കണ്ടങ്ങാണ്ട് പയ്യെ എൻജോയ് ചെയ്ത് പോകാം. നമ്മൾ മാക്സിമം ഡ്രൈവ് ചെയ്തത് 40 കിലോമീറ്റർ ടു 50 കിലോമീറ്റർ വേഗതയിലാണ്. ഹൈ സ്പീഡിലൊന്നും വണ്ടി ഓടിച്ചില്ല. എന്തായാലും റൈഡ് കംഫോർട്ട് നല്ല സ്മൂത്താണ്. നമുക്ക് യാതൊരു ടയർഡൊന്നും ഫീൽ ചെയ്യുന്നില്ല. എല്ലാം നല്ല ബൈക്കിലിരുന്ന് പോകുന്ന പോലുള്ള കംഫോർട്ട് നമ്മുടെ ഏജ് നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ പാളയങ്ങര ടോൾ പാസിലെത്തി. ആക്ച്വലി നമ്മളിവിടെ എത്തിയപ്പോൾ യാതൊരു ട്രാഫിക് ബ്ലോക്കോ ഒന്നും കണ്ടില്ല. എന്താ എനിക്ക് പറയാനുള്ളത്, ഇവിടെ മിക്ക സമയത്ത് മിക്ക യൂട്യൂബേഴ്സും മിക്ക ആൾക്കാരും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകാറുണ്ട്. എന്തായാലും നമ്മൾ വന്ന സമയത്ത് യാതൊരു പ്രശ്നമൊന്നും കണ്ടില്ല, യാതൊരു ട്രാഫിക് ഇഷ്യൂവും കണ്ടില്ല. എന്താ എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ ഇപ്പോൾ ടോൾ കട്ട് ചെയ്ത് പോവുകയായിരിക്കും. എന്തായാലും നമുക്ക് ടോൾ എടുക്കേണ്ടതാണ്, കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ട് നമുക്ക് സൈഡിൽ കൂടി ചേർന്ന് പോകാൻ പറ്റി. എന്തായാലും പാളയങ്ങര ടോൾ പ്ലാസ് ഇങ്ങനെ കാണാൻ പറ്റുന്നത് വളരെ അപൂർവമാണ്. അങ്ങനെ സ്വപ്നങ്ങളിലും മാത്രമേ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. എന്നാലും നമ്മൾ വന്നപ്പോൾ യാതൊരു തിരക്കും കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഉച്ച സമയമായതുകൊണ്ടായിരിക്കും, രാവിലത്തെയും പിന്നെ വൈകുന്നേര സമയമായിരിക്കാം ഇവിടെ കൂടുതലും കട്ട ട്രാഫിക് ഇഷ്യൂ ഉണ്ടാകുന്നത്. വളരെ അപൂർവം മാത്രമേ ഈ റൂട്ടിൽ സ്ട്രീറ്റ് ലൈറ്റ് കാണാൻ പറ്റുന്നുള്ളൂ. കാരണം ശരിക്കും ടോൾ പ്ലാസ ഉള്ള റൂട്ടൊക്കെ ശരിക്കും സ്ട്രീറ്റ് ലൈറ്റും റോഡൊക്കെ നല്ല പക്ക ഗുഡ് കണ്ടീഷൻ ആയിരിക്കണം. പക്ഷേ ഈ റോഡൊന്നും അത്ര സെറ്റപ്പൊന്നും അല്ല, ജസ്റ്റ് ഒരു ആവറേജ് ലെവലുള്ളൂ. എന്തായാലും ഭാവിയിൽ ഇതൊക്കെ റെഡി ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റോഡ് സൈഡിൽ എവിടെ നോക്കിയാലും സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലെങ്കിലും ഒത്തിരി സ്പീഡ് ക്യാമറ കാണുന്നുണ്ട്. ഇത് വർക്കിംഗ് കണ്ടീഷൻ ആണെന്നൊന്നും ഒരു അറിയത്തില്ല. എന്തായാലും നമ്മൾ ട്രാഫിക് റൂൾ പാലിച്ച് മാക്സിമം 40 to 50 കിലോമീറ്റർ വേഗതയിലാണ് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്തോളൂ. എന്തായാലും നമ്മൾ ട്രാഫിക് റൂൾ പാലിക്കാൻ നമ്മൾ ബാധ്യതയാണ്. അതുകൊണ്ട് നമ്മൾ ട്രാഫിക് റൂൾ പാലിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്തോളൂ. നമുക്കിതിലൂടെ നേരെ നമുക്ക് പാലക്കാട്, അതുപോലെ തന്നെ നമുക്ക് സേലം, കോയമ്പത്തൂർ എന്നീ ഭാഗത്തേക്ക് പോകുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് റൂട്ടാണ്. പക്ഷേ ബെസ്റ്റ് റൂട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം ബെസ്റ്റ് റൂട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളം കഴിയണം.
കേരളത്തിലെ റോഡ് ഇപ്പോഴും ഡിസാസ്റ്റർ കണ്ടീഷനിലാണ്. ഇതൊക്കെ ഒന്ന് എത്രയും പെട്ടെന്നൊന്ന് ഓവർകം ചെയ്ത് നല്ല അടിപൊളി കണ്ടീഷനും നല്ല അടിപൊളി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ എനിക്ക് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈവേ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഏതറിൻ്റെ റേഞ്ച് നന്നായിട്ട് കുറയുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് പോക്കറ്റ് റോഡോ അല്ലെങ്കിൽ സാധാരണ റോഡാണെങ്കിൽ തന്നെ റേഞ്ച് കിട്ടാറുണ്ട്. ഇവിടുത്തെ നല്ല രീതിയിലുള്ള കാറ്റടിക്കുന്നതോറും വണ്ടിയുടെ കിലോമീറ്റർ ഇത്തിരി കുറയുന്നുണ്ട്. നമ്മളിതിലൂടെ പോയിട്ട് പോലും ഏതറിൻ്റെ ചാർജിങ് പോയിൻ്റ് എവിടെയൊന്നും കണ്ടില്ല. അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. കാരണം ഇനി ഇതിലൂടെ പോകുമ്പോൾ ചാർജിങ് പോയിൻ്റ് ഉണ്ടെങ്കിൽ സുഖമായിരിക്കും. എന്തായാലും നമുക്ക് എത്തേണ്ട ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട്. വണ്ടിയിൽ ചാർജ് റിമൈൻസ് ആകുകൊണ്ട് പേടിക്കാതെ പോവുകയാണ്. അങ്ങനെ നമ്മളിത് കിയാൻ്റെ ഷോറൂം കണ്ടു. ഒത്തിരി വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല പൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ റൈഡിൽ നമ്മൾ കിട്ടിയത്. വണ്ടിയുടെ കിലോമീറ്റർ ഏകദേശം 20 കിലോമീറ്റർ ഇനി റിമൈൻസ് ഉള്ളൂ ബാറ്ററി. നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളത് ഏകദേശം ഒരു 11-12 കിലോമീറ്റർ ആണ്. എന്തായാലും നമ്മളവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ ഹൈവേയിലൂടെ ട്രാവൽ ചെയ്യുന്നതോറും റേഞ്ച് കാണിക്കുന്നതിനെക്കാട്ടും കുറച്ച് കുറയുന്നുണ്ട്. കാരണം നല്ല രീതിയിലുള്ള കാറ്റടിക്കുന്നതുകൊണ്ടും നമുക്ക് നന്നായിട്ട് ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്ത എക്കോ മോഡ് തന്നെ ആയതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു. എങ്ങനെ വാർപ്പ് മോഡിലൊക്കെ പോകണമെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ബാറ്ററി ഡ്രെയിൻ ആവുന്നതായിരിക്കും. ശരിക്കും ഏതറിൻ്റെ സൗണ്ട് കേട്ടിട്ട് നമുക്കൊരു മറ്റേ കൊച്ചി മെട്രോ ട്രെയിൻ പോകുന്ന പോലെ ഉണ്ട്. അതുപോലെ തന്നെ കൊതുക് കിടന്ന് ഒച്ച ഉണ്ടാക്കുന്ന പോലെയും തോന്നുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ശരിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു റൈഡും ആയിരുന്നു. നല്ല കംഫോർട്ടായിട്ടായിരുന്നു. അങ്ങനെ ഇനി ചാർജ് വെറും 10 കിലോമീറ്റർ മാത്രമേ ലെഫ്റ്റ് ഉള്ളൂ. ഓൾമോസ്റ്റ് റിസർവ് ആയി. നമുക്ക് ഇനി എക്കോ മോഡ് മാത്രമേ റൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മോഡ് മാറ്റാൻ പറ്റത്തില്ല. ഓൾമോസ്റ്റ് നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും അപ്പോൾ നമ്മളിവിടെ കടയിൽ കയറി കുറച്ച് ഫുഡ് കഴിക്കാനായിട്ട് കടയിൽ കയറി. അതുപോലെ കുറച്ച് മിഠായിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിച്ച് നേരെ നമ്മളിതാ വീണ്ടും നമ്മളുടെ ട്രാവൽ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ ഏതർ എന്തായാലും ഓവർ ഹീറ്റ് ഒന്നും ആയിട്ടൊന്നുമില്ല. ആ കാര്യത്തിലെല്ലാം ബെറ്ററാണ്. നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇപ്പോഴും റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഇനി നമ്മുടെ സ്കൂട്ടർ റിമൈൻ ആയിട്ടുള്ളത് വെറും 9 കിലോമീറ്ററാണ്. റിസർവിലാണ് വണ്ടി ഓടുന്നത്. അതുകൊണ്ട് വണ്ടി മാക്സിമം നമ്മൾ സ്പീഡ് കുറച്ചാണ് പോകുന്നത്. എന്തായാലും മാക്സിമം ഇതിന് ഹൈ സ്പീഡിൽ പോകത്തില്ല. കാരണം ചാർജ് കുറയും തോറും നമ്മളുടെ വണ്ടി തന്നെ സെൽഫ് മോഡായിട്ട് ഓട്ടോമാറ്റിക് സേഫ് മോഡോട്ട് കൺവേർട്ട് ആകും. അതുകൊണ്ട് നമുക്കിനി മോഡോ ഒന്നും മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മളിതാ ഡെസ്റ്റിനേഷനോട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ റൈഡ് ചെയ്യുന്ന എക്കോ മോഡിൽ തന്നെയാണ്. കാരണം എക്കോ മോഡിൽ നിന്ന് വേറൊരു മോഡോട്ട് മാറ്റാൻ പറ്റില്ല. കാരണം ബാറ്ററി തീർന്നു, ഡ്രെയിനായി മറ്റേ ബാറ്ററി റിസർവിലാണ്. അങ്ങനെ നമ്മളിതാ എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളിതാ എത്തി. ഭാഗ്യത്തിന് നമുക്ക് റോട്ടിൽ കിടക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. എന്തായാലും നമ്മൾ തിരിച്ചു പോകുന്ന വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ തന്നെ വെച്ച് പാർട്ട് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി. കറക്റ്റ് ബാലൻസ് ആയിട്ടുള്ളത് ഇനി ഒരു 9 കിലോമീറ്റർ റേഞ്ച് മാത്രമേ ഉള്ളൂ. ചെന്നൈ നമ്മളിത് വണ്ടി ചാർജ് ചെയ്യാൻ വെച്ചു. വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.